നമസ്തേ എവരി വൺ. ഞാനിന്ന് ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഞാൻ കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രോഗ്രാം എടുത്തത്. ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേ, മേ ബി സൺഡേ ഓർ സാറ്റർഡേ, എല്ലാ മാസവും ഒരു ക്ലാസ് ആയിട്ട് 12 ക്ലാസ് ആയിരുന്നു. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് എല്ലാം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ DLCD എന്നാണ് നമ്മൾ ചുരുക്കപ്പേരിൽ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് ഈ 2024-25 ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് വീണ്ടും ഇൻഡെപ്തായിട്ട് കുറേ കാലം റിസർച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അത് പുതിയതായിട്ട് ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 5 ഇയേഴ്സൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒരിക്കൽ കൂടെ എടുക്കാൻ ടൈം കിട്ടുക. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഇത് നേരത്തെ പോലല്ല, ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 360 ദിവസങ്ങളും എടുക്കുന്നൊരു ക്ലാസ്സാണ്. അതായത് 360 ദിവസങ്ങളും നമ്മൾ ഓൺലൈനിലെടുക്കും. അറ്റ് ദ സെയിം ടൈം ഞാനുമായിട്ട് നേരിട്ട് തന്നെ കൊച്ചിയിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കൊച്ചിയിൽ വെച്ച് തന്നെ നമ്മൾ എല്ലാ മാസവും ഒരു ക്ലാസ്സും, ഇങ്ങനെ ഞാനൊരു 12 ക്ലാസ്സുകളും അതുകൂടാതെ തന്നെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ അരമണിക്കൂർ ക്ലാസ്. അതൊരു പർട്ടിക്കുലർ സ്കില്ലിനെ കുറിച്ചായിരിക്കും. ഞാൻ ആ സ്കിൽ മൊത്തം പറയാം. അപ്പം ഈ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ലൈഫിൽ വേണ്ടതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ് സ്കൂളും കോളേജും വിട്ടുപോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും ശക്തി, നമ്മളെ നയിക്കുന്നത്. ശരീരത്തെ കഴിഞ്ഞും ശക്തിയുള്ളത് മനസ്സാണല്ലോ. മനസ്സിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമുക്ക് സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 2, സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ, ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ, ഒരു കരിയറിൽ സക്സസ്ഫുൾ ആകുന്നതിനെക്കുറിച്ച് നമുക്ക് സ്കൂളിലും കോളേജിലും കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കൊരു റിലേഷൻഷിപ്പ് സക്സസ് ആക്കുന്നതിനെക്കുറിച്ച് സ്കൂളിലോ കോളേജിലോ കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നതിനുള്ള ടെക്നിക്സ്, മെത്തേഡ്സ്, ആ കാര്യങ്ങളൊന്നും നമുക്ക് സ്കൂളിലും കോളേജിലും അത്ര കാര്യമായിട്ട് ഡെപ്തിൽ പോകാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ നേരത്തെ സാധാരണ എൻ്റെ പ്രോഗ്രാം 36 പ്രോഗ്രാമും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു ദിവസമോ ഇല്ല 4 ദിവസമോ ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്നങ്ങ് ഒരുപാട് 100 കണക്കിന് പോയിൻറ്റ്സ് കൊണ്ടുവന്നിട്ട് അത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അറിഞ്ഞ് പകച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവരുടെ കൂടെ ചെന്ന് അവരെ കൊണ്ട് നടപ്പിലാക്കിക്കാനുള്ള സമയമോ സാഹചര്യമോ ഇല്ല താനും. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു DLCD, ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. പണ്ട് ചെയ്തവർക്കും വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവർ നല്ലതുപോലെ പഠിച്ചു പോയതാണെങ്കിൽ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. തന്നെയുമല്ല, ഇതിനകത്ത് നേരത്തെ ഉള്ളതിൻ്റെ അതിനൊക്കെ നല്ലപോലെ കംപ്രസ് ചെയ്ത് കുറച്ചിട്ട് 80% പുതിയ ടോപ്പിക്സും പുതിയ കാര്യങ്ങളും ഏറ്റവും അത്യാവശ്യമായിട്ട് കാലഘട്ടത്തിന് മാറുന്ന രീതിയിലാണ്. ഇപ്പോൾ AI എന്നൊന്നും പറഞ്ഞ് നേരത്തെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ടെക്നോളജി ഒന്നും നമ്മൾ എടുത്തിരുന്നില്ല. പക്ഷേ ഇത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഇങ്ങനെ ഒരു കോഴ്സ് ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഇല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇല്ല നമ്മൾ ലൈഫ് ലൈൻ പോലൊരു ഓർഗനൈസേഷൻ വേറെ ഒരിടത്തും നടത്തുന്നില്ല. ഇത് ഇങ്ങനൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചിലവാകുന്ന ഒരു കോഴ്സാണ്. പക്ഷേ നമുക്കിവിടെ പ്രത്യേക രീതിയിൽ നമ്മൾ തന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് വളരെ അഫോർഡബിൾ രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അപ്പോൾ ഇത് അരമണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ അവസാനം വരെ ടോപ്പിക്സ് പോയി അത് കഴിഞ്ഞ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണോ വേണ്ടിയോ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. പക്ഷേ നിങ്ങൾ വേണം എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതെല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്ത് ദാറ്റ് വിൽ ബിക്കം എ സ്കിൽ ഫോർ എവർ. ഓക്കെ, ഞാൻ ഓരോ സബ്ജക്റ്റ് പറയാം. ഇതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം എടുക്കുന്ന 1 ഡേ നമ്മൾ 10 മണിക്കൂർ എടുക്കുന്ന സെഷനിൽ ആദ്യമേ എടുക്കുന്ന ഈ ലൈഫ് ഡിസൈൻ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 20 നില കെട്ടിടം അത് നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ ആർക്കിടെക്റ്റ് അത് പൂർണ്ണമായും ഡിസൈൻ ചെയ്തിങ്ങ് തരിക എന്നതുപോലെ നമ്മളുടെ ലൈഫിൻ്റെ ഡിസൈൻ നമ്മൾ തന്നെ ചെയ്യുന്നു. അതല്ലെങ്കിൽ നല്ലൊരു സിനിമ, മോഹൻലാലിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ, ആ സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് സ്റ്റോറി ബോർഡ് ചെയ്യും.
സ്റ്റോറി ബോർഡ് ആയിരക്കണക്കിന് ഉള്ള പിക്ചേഴ്സിൽ കൂടെ കടന്നു പോയിട്ടാണ്. കാരണം ഓരോ രംഗം എവിടെ വെച്ച് ക്യാമറ വെക്കുന്നു, എവിടെ നിന്ന് എങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറയുമ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ്, നല്ല എഫർട്ട് എടുത്തതിന് ശേഷമാണ് ഒരു പടം ചെയ്യുന്നതും അത് അതേ രീതിയിൽ കൊണ്ടുവരുന്നതും വിജയിപ്പിക്കുന്നതും. അപ്പം നമ്മൾ മിക്കവാറും പേര് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ലോകത്തിലെ 1% ആൾക്കാർക്ക് എഴുതി തയ്യാറാക്കി ഗോളുള്ളതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ ഇതിങ്ങനെ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് കൂടെ ഇരുന്ന് തന്നെ കൃത്യമായി ചെയ്ത് ഓരോ ദിവസവും അസൈൻമെൻറ്റ് കുറച്ചതേ ഉള്ളൂ, വലിയ ലോഡ് വരാത്ത രീതിയിൽ അടുത്ത ദിവസം നമ്മുടെ ജോലിയൊന്നും ബാധിക്കാതെ ഒരു ദിവസം നമുക്ക് ഒരു ദിവസം വളർച്ചയ്ക്ക് വേണ്ടി 1 മണിക്കൂർ, അതായത് മെഡിറ്റേഷനും ഇത് എഴുതുന്നതും എല്ലാം കൂടെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ 1 മണിക്കൂർ ഈ 365 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ വരുന്ന മാറ്റം ഒരു 10 MBA ചെയ്താൽ കിട്ടാത്ത മാറ്റമായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഈ ലൈഫ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ്. ഇപ്പം മുതൽ നമ്മളൊരു 90-100 വയസ്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് എഴുതി തയ്യാറാക്കി ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന രീതിയിൽ അതിനെങ്ങനെയൊക്കെ ചെയ്യണം, എന്താ ആക്ഷൻ എടുക്കണം, അങ്ങനെ ലൈഫ് ഡിസൈൻ ചെയ്യുകയാണ്. രണ്ടാമത് നമ്മൾ അടുത്ത വർക്ക്ഷോപ്പ് വരുന്നത് മാനിഫെസ്റ്റേഷൻ മാസ്റ്ററിയാണ്. എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ഉണ്ടാകണം. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും മാനിഫെസ്റ്റേഷൻ എങ്ങനെ നമുക്കത് നടപ്പിലാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസം വരുന്നത് ട്രാൻസ്ഫോർമേഷൻ മാസ്റ്ററി. കംപ്ലീറ്റ്ലി നമ്മളെ മാറ്റി പഴയ നമ്മൾ മാറിയിട്ട് ടോട്ടലി ഒരു ബ്രാൻഡ് ന്യൂ പുതിയ നമ്മളെങ്ങനെ വേണ്ടത്. ഇതിനകത്തൊക്കെ ഓരോ ടോപ്പിക്കിനകത്തും 10, 60, 70 സബ് ടോപ്പിക്ക് വെച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കംപ്രസ് ചെയ്തിട്ടായിരിക്കും തീരുന്നത്. തീരാത്ത കാര്യങ്ങൾ ഉടനെ തന്നെ ലേണിങ്ങിൽ കൂടെ ഇടും. അപ്പോൾ ഈ കേരളത്തിന് പുറത്തുള്ളവർ, ഇന്ത്യക്ക് പുറത്തുള്ളവർ ഈ കോഴ്സ് ചെയ്യുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നേ ഇരിക്കുന്നതിന് പകരം ലേണിങ്ങിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ ഓരോ കോഴ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ലേണിംഗ് ആക്കി മാറ്റി ഉടനെ തന്നെ അത് ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ കോഴ്സ് തീരുന്നതോടൊപ്പം തന്നെ. പക്ഷേ എല്ലാ ദിവസവും രാവിലെയുള്ള 6 മണിക്കുള്ള പ്രോഗ്രാമിന് അവൻ അവിടുന്ന് ആ സമയം മറ്റുള്ള രാജ്യങ്ങളിൽ സമയം വ്യത്യാസമുണ്ടെങ്കിൽ അലാം വെച്ചവർക്ക് കയറി കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ പുറകെ വരുന്ന ഈ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സമീകൃതമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ മാസ്റ്റർ നമ്മൾ ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ട് നമ്മളെ മാറ്റിയെടുക്കുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് മാസ്റ്ററി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് വെൽത്ത് മാസ്റ്ററി. വെൽത്ത് മാസ്റ്ററി എന്ന് പറയുമ്പോൾ പണം ഉണ്ടാക്കാനോ ബില്യണയർ മൈൻഡ് സെറ്റോ അല്ല. നമ്മൾ ഉണ്ടായ പണം എവിടെയൊക്കെ സൂക്ഷിക്കുന്നതാണ് നമ്മൾ 99 വയസ്സ് വരെ നമുക്ക്, ഇല്ല 100 വയസ്സ് വരെ നമുക്ക് ആബ്സല്യൂട്ടായിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാം മണി റൂൾസ് ഉപയോഗിക്കണം, വെൽത്തിനെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ളത്. ബില്യണയർ മൈൻഡ് സെറ്റ് അല്ല ഇത്. അബ്സല്യൂട്ട്ലി ഡിഫറെൻ്റ് ആണ്. ഉണ്ടാക്കുന്ന പണം എവിടെ സൂക്ഷിക്കണം, എക്കാലം നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ ഈ ഭയങ്കര മഴ പെയ്ത് വരുന്ന പോലെ വെള്ളം വന്നിട്ട് അങ്ങ് പോകുന്ന പോലെയാണ് പലർക്കും. അടുത്തത് 6-ാമത്തെ മാസം വരുന്നത് ഹെൽത്ത് മാസ്റ്ററിയാണ്. ഹെൽത്ത് മാസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ആഹാരം കഴിക്കണം, എന്ത് സപ്ലിമെൻ്റ് എടുക്കണം, എന്ത് ന്യൂട്രീഷൻ എടുക്കണം, എക്സസൈസ് എങ്ങനെ ചെയ്യണം, വളരെ സന്തോഷകരമായി നമുക്ക് എക്സസൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെയുമല്ല, എക്സസൈസിൻ്റെ കാര്യമെല്ലാം വളരെ എൻജോയബിൾ എക്സസൈസ് ഒരു ആപ്പിൽ കൊടുത്താൽ കൊള്ളാമെന്ന് ഉണ്ട്. അപ്പോൾ ആപ്പ് നിർമ്മിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധമുള്ളവർ തീർച്ചയായിട്ടും ലൈഫ് ലൈനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളെ ആരോഗ്യം പൂർണ്ണമായിട്ട്, അപ്പോൾ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അടുത്ത നമ്മുടെ 7-ാമത്തെ മാസം വരുന്നത് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് 3 പുസ്തകം ഞാൻ എഴുതിയിട്ട് അതിങ്ങനെ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൂടാതെ തന്നെ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് ഏറ്റവും ഊഷ്മളമായി, ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, എല്ലാ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട്, ഈവൻ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ കൂടി രണ്ടാമത്തെ മറ്റൊരു മാരേജിന് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അബ്സല്യൂട്ട് ആക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് 8-ാമത്തെ മാസം വരുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് ഇമോഷണൽ മാസ്റ്ററി. അപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി, അങ്ങനെയുള്ള ആത്മീയതയിലേക്ക് നമ്മൾ പോകാനും ഇമോഷണൽ ഇൻ്റലിജൻസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നന്നായിട്ട് ജീവിച്ചു പോകാം. അടുത്ത 9-ാമത്തെ മാസം വരുന്നത് ലീഡർഷിപ്പ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് മാസ്റ്ററി. നമുക്കൊരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിലും നമ്മൾ പണിയെടുക്കുമല്ല, അവിടെ എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ലീഡർഷിപ്പ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് മാസ്റ്ററി. ഇനി നമുക്ക് 10-ാമത്തത് ബിസിനസ് സക്സസ് മാസ്റ്ററി. നമ്മൾ ഒരു ബിസിനസ് അത് ഇതിനകത്ത് നമ്മൾ ബില്യണയർ മൈൻഡ് സെറ്റ് പഠിച്ച കാര്യമല്ല. ഒരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ എന്ത് ചെയ്യണം, ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരു ഡിവിഷനോ മറ്റൊരു ബിസിനസ്സോ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് തന്നെ ഏതാണ്ട് 60-70 ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത് സബ് ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അടുത്തത് 11-ാമത്തെ മാസം നമ്മൾ പഠിക്കുന്നത് ടൈം
ആൻഡ് അച്ചീവ്മെൻറ്റ് മാസ്റ്ററി. നമ്മൾ സമയത്തെ കറക്റ്റായിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നല്ലപോലെ പഠിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് അച്ചീവ്മെൻറ്റ്, ടൈമും അച്ചീവ്മെൻറ്റും കണക്ട് ചെയ്തുകൊണ്ട് അതിന് മാസ്റ്ററി. 12ാമത്തെ മാസത്തെ പ്രോഗ്രാം, അതായത് ഒരു വർഷം നമ്മൾ തികയുമ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടെക്നോളജി മാസ്റ്ററി. അപ്പോൾ ഈ വിജയിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കേണ്ട കുറേ ടെക്നോളജി ഉണ്ട്, AI ഉൾപ്പെടെയുള്ള കുറേ ടെക്നോളജി ഉണ്ട്. ഞാനിനി ഈ വിഷയങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ അതിനകത്ത് എന്തെല്ലാം പഠിക്കുന്നു എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതെല്ലാം, ഈ പുറകെ പറയുന്നതെല്ലാം ഓരോ മാസം എടുക്കുന്നതാണ്. എവരി ഡേ എടുക്കുന്ന വേറെ സബ്ജക്റ്റാണ്. അതൊരു 120ഓളം സ്കില്ലുകളാണ്. ഫോർ എക്സാമ്പിൾ, എല്ലാ സോഫ്റ്റ് സ്കിൽസും, എല്ലാ ലൈഫ് സ്കിൽസും, എല്ലാ സോഷ്യൽ സ്കിൽസും, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ സ്കില്ലുകളാണ് ഓരോ ദിവസം. അരമണിക്കൂർ കൊണ്ട് അതിന് പ്രത്യേകമായി തയ്യാറാക്കിയ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയലും ആ കൂടെ തന്നെ കിട്ടും. ഈ ക്ലാസ് തീർന്നു കഴിയുമ്പോൾ ഈ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി പല വോളിയം വരും. നമുക്കതിനെ നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്രയും വരുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഡേ 1, ഡേ 2, അങ്ങനെ ഡേ 300, 320 ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിനകത്ത് പിന്നെ ലൈഫ് ഡിസൈൻ മാസ്റ്ററിക്കകത്ത് ആദ്യമേ നമ്മൾ സെൽഫ് ഡിസ്കവറിയാണ്. സെൽഫ് ഡിസ്കവറിക്കകത്ത് നമ്മുടെ പേഴ്സണാലിറ്റി അനാലിസിസ്, പേഴ്സണാലിറ്റി സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റുകളെടുത്ത് നമ്മുടെ അത് 2-3 ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഏത് പേഴ്സണാലിറ്റിയാണെന്ന് അസസ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ്, ആദർശങ്ങൾ ഏതൊക്കെയാണ്, അതിനകത്ത് കോർ വാല്യൂ ഏതാണ്, അതിന് ചേരുന്ന രീതിയിലുള്ള ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോട്ട് എടുക്കണം, സോട്ട് അനാലിസിസ് ചെയ്യണം, ലൈഫ് പർപ്പസ് കണ്ടെത്തണം, നമ്മുടെ പാഷൻ കണ്ടെത്തണം, പിന്നെ നമ്മുടെ ലൈഫിൽ പ്രത്യേകമായിട്ട് നമുക്കുള്ള താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ കണ്ടെത്തണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുന്ന പോലെ തന്നെ വി ഹാവ് ടു ഡിസൈൻ അവർ ലൈഫ്. അപ്പോൾ അവിടെ നമ്മളൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യണം, വിഷൻ ബോർഡ് ഉണ്ടാക്കണം, അതിനെ ബേസ് ചെയ്തിട്ട് ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഒത്തിരി പ്രോസസ്സുണ്ട്. ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാകണം, വീൽ ഓഫ് ലൈഫ് ഇത് ചെയ്യണം. അപ്പോൾ ഗോള് ഇത് ചെയ്തതിന് ശേഷം നമ്മളത് സ്മാർട്ട് ഗോളാക്കി മാറ്റണം. അപ്പോൾ ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. അതിന് ഓരോ ഗോളും തീരാനായിട്ട് ഡെഡ് ലൈൻ, ഓരോ ദിവസവും ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് പോകണതിന്. അപ്പോൾ ഗോളിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ഭാഗങ്ങളാക്കി ഓരോ സമയത്തും. അപ്പോൾ റിസോഴ്സസ് അലോക്കേഷൻ ആൻഡ് ടൈം ലൈൻ ഡെവലപ്മെൻറ്റ്, കണ്ടിജൻസി പ്ലാനിങ് ആൻഡ് ക്രിയേറ്റീവ് ആക്ഷൻ പ്ലാൻസ്. അപ്പോൾ ലോങ് ടേം ഗോൾസ് ആൻഡ് ഷോർട്ട് ടേം ഗോൾസ്. ഇനി എക്സിക്യൂഷൻ മോണിറ്ററിങ് ആൻഡ് ടാസ്കുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന മാസീവ് എക്സിക്യൂഷൻ ടെക്നിക്സ്, പ്രോഗ്രസ് മോണിറ്ററിങ്, അഡാപ്റ്റേഷൻ ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് ഓവർകമ്മിങ് പ്രൊക്രാസ്റ്റിനേഷൻ, ഓവർകമ്മിങ് ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ഡെയിലി റൊട്ടീൻസ് ആൻഡ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഡൂ ലിസ്റ്റ് എഴുതുക. അതിനെ എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അപ്പോൾ ഓവർകമ്മിങ് ഡിസിഷൻ മേക്കിംഗ് ഫറ്റീഗ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അപ്പോൾ നമ്മൾ ഗോളിനെ ഡിജിറ്റലി ട്രാക്ക് ചെയ്യുക. ഓരോ മിനിറ്റും നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിഷ്വലൈസേഷൻ ടെക്നിക്ക്. നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഓവർ ആക്ടിവിറ്റി എല്ലാം നമ്മളങ്ങ് മാറും. കാരണം നെവർ ഡൂ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നെവർ ഡൂ ലിസ്റ്റിനകത്ത് നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഈ ഡെയിലി നമ്മൾ റിഫ്ലക്ഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ജേർണലിങ്, നെവർ ഡൂ ലിസ്റ്റ് ഒരിക്കലും ചെയ്യാതെ ഡിസസോസിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, വലിയ അച്ചീവ്മെൻറ്റുകൾ സെലിബ്രേറ്റ് ചെയ്ത് അതിനൊരു സപ്പോർട്ടീവ് സിസ്റ്റം, മൈൽ സ്റ്റോൺ ക്രിയേഷൻ, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഏതാണ്ട് 72ഓളം സബ്ജക്റ്റാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് 10 മണിക്കൂർ കൊണ്ട് എത്തിയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത മാസം വരുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഡിസൈൻ ഗോൾ സെറ്റ് ചെയ്തു. ഇന്ന വഴിക്കാണ് പണ്ട്, ഇതൊന്നും എൻ്റെ ഗോളല്ല, വഴിയെ വരുന്ന ഗോളുകളൊന്നും നമ്മൾ പോകില്ല. നമുക്ക് ഏറ്റവും നമ്മുടെ ആത്മാവിൽ ടച്ച് ചെയ്തിട്ടുള്ള ലൈഫിൻ്റെ പർപ്പസിന് വേണ്ടിയുള്ള ഗോളായി. ഇനി അതെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരണം. പല ടൂളുകളുള്ളതിൽ ഒരു ടൂളാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷനും അതുപോലെ ലോ ഓഫ് അട്രാക്ഷനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്താണ്, സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്താണ്, ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ എനർജി ആൻഡ് വൈബ്രേഷൻ നമുക്കത് എങ്ങനെ കൂട്ടാനായിട്ട് പറ്റും, നമ്മളുടെ എനർജി ലെവൽ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്സ്, അഫർമേഷൻ ടെക്നിക്സ്, പോസിറ്റീവ് തിങ്കിങ്ങിന് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ടിൽ നമുക്ക് എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും, അപ്പോൾ നമുക്ക് എങ്ങനെ ഇമോഷണൽ ഫ്രീക്വൻസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റിലീജിയനും നമ്മുടെ റിലീജിയൻ മാത്രം പഠിച്ചാൽ പോരാ. ഞാനെപ്പോഴും മുഹമ്മദ് നബി എൻ്റെ ഗുരുവായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഖുറാൻ നന്നായിട്ട് വായിക്കാറുണ്ട്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ എൻ്റെ ഗുരുവായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ജീസസിൻ്റെ ടീച്ചിങ്സ് ഞാൻ തീർച്ചയായിട്ടും
വായിക്കാറുണ്ട്. അപ്പം നമ്മൾ ജനിച്ച മതം മാത്രം പഠിച്ചാൽ പോരാ, നന്മ എവിടെ കണ്ടാലും അത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് നമ്മുടെ ഈ സ്പിരിച്വൽ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ മറ്റ് റിലീജിയൻസിൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും പൂർണ്ണമായിട്ടും. ഓക്കെ, ബുദ്ധിസത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പം നമ്മൾ സ്പിരിച്വാലിറ്റി ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നിച്ചെങ്ങനെ പോകും, പിന്നെ അത് മെഡിറ്റേഷൻ എങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും, നമ്മുടെ ഓവറോൾ എനർജി ഉൾപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യണം, ധർമ്മം എങ്ങനെ നമുക്ക് പാലിക്കാനായിട്ട് പറ്റും, നമ്മുടെ ഇൻറ്റൻഷൻ അതിലേക്ക് തിരിച്ചു വെക്കുക, ക്ലോക്ക് അതിലേക്ക് തിരിച്ചു വെക്കുക, മൈക്രോസ്കോപ്പിക്കായിട്ട് നമുക്ക് പോകാൻ പറ്റുക. ഇതിനെ നമ്മൾ ജേണൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷൻസ് കൂട്ടാനായിട്ട്. അപ്പോൾ പോസിറ്റീവ് ആൾക്കാരെയും പോസിറ്റീവ് സംഭവങ്ങളിൽ നമ്മളിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതുപോലെ തന്നെ മണി, ബിസിനസ്, സപ്പോർട്ടീവ് ഫ്രണ്ട്സ്, ഇവരൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് ലോസുകൾ ഒഴിവാക്കണം, ഡിറ്റാച്ച് ചെയ്യണം, റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ ഒരു സോൾ റിലേഷൻഷിപ്പ് പലരുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം, അതെല്ലാം ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നതാണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ. അത് ആന്ത്രപ്രനേഴ്സിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും, പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇത് സിങ്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുക, ക്വാണ്ടം ഫിസിക്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഡേ ടു ഡേ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ്, ഇതൊക്കെ നമുക്ക് മാസത്തിൽ ഒരു പഠനമാണ്. രണ്ടാമത്തെ മാസം അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുമ്പോൾ ഇതിൻ്റെ ചെറിയ അംശം റീഇൻഫോഴ്സ്മെൻറ്റിന് വരും. ഓക്കെ, അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിന് നമ്മളൊരു ദിവസം പഠിച്ച സാധനം പിന്നീട് 5 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റെങ്കിലും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലതങ്ങ് പെർമനൻ്റ് ആവും. അപ്പോൾ റിസൾട്ട് വളരെ വളരെ ഭയങ്കരമായിട്ട് നമുക്ക് കൂടുന്നത് കാണാം. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും, ലേണിങ്ങിന് വേണ്ടിയിട്ടൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകാം. നമ്മളിപ്പോൾ ഫൊർഗീവ്നെസ് വരാത്തത് കൊണ്ട് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് എങ്ങനെയാണ് പോകുന്നത്. അതുപോലെ മൂന്നാമത്തെ മാസം നമ്മൾ എടുക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ. നമ്മളെ ഈ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിക്കുന്നത്, വന്ന ഇലക്ട്രിസിറ്റിയെ കംപ്ലീറ്റ്ലി മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പഴയ ചേഞ്ച് സ്ലോലി സംഭവിക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്തതിന് കംപ്ലീറ്റ്ലി പഴയ നമ്മളായിരിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, അപ്പോൾ എങ്ങനെ നമുക്കത് പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിനെ എടുത്ത് കളയുന്നത് എങ്ങനെയാണ്, സബ് കോൺഷ്യസ് മൈൻഡിനെ ഹാർനസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്. അപ്പോൾ ഈ കോഴ്സിലോ ഞാൻ മൈൻഡ് മാസ്റ്ററിൽ പഠിപ്പിച്ചിട്ടുള്ളത് 12 മെത്തേഡുകൾ വഴി സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്നതാണ്. ഇതിനകത്ത് അങ്ങനെയല്ല, ലോകം മുഴുവനുള്ള ഗവേഷണം നടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 72 വിവിധ മെത്തേഡുകൾ, അത് നമ്മൾ 1 വർഷം കൊണ്ടായിരിക്കും പഠിച്ചു തരുന്നത്. 72 വിവിധ മെത്തേഡുകൾ കൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കംപ്ലീറ്റ്ലി റീപ്രോഗ്രാം ചെയ്യാവുന്ന എല്ലാ മെത്തേഡും എടുക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് അസറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിനെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്, അപ്പോൾ സ്പിരിച്വാലിറ്റി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാം, സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ് എങ്ങനെ ഉപയോഗിക്കാം, ബിഹേവിയറൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്വഭാവം തന്നെ മാറിപ്പോകും, സെൽഫ് കോച്ചിങ് ടെക്നിക്സ് എങ്ങനെ പറ്റും, അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് കുറച്ചുകൂടി ഡെപ്തിൽ എങ്ങനെ പോകാൻ പറ്റും, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് മൈൻഡിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്താൽ എല്ലാ ദിവസവും അത് ചെയ്യണമെന്ന് നമുക്കൊരു നിർബന്ധം തോന്നുന്ന രീതിയിലാവും. അതേപോലെ തന്നെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ്, അപ്പോൾ അതുപോലെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയുടെ വലിയ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ച പല കാര്യങ്ങളും ജേണൽ ചെയ്യും, സെൽഫ് ഹിപ്നോസിസ് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ESP വളരെ നന്നായിട്ട് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, ഇൻറ്റ്യൂഷൻസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ESPയുടെ പുറകിലുള്ള സയൻസ് എന്താണ്, ഇങ്ങനെയുള്ള അതും ഈ പറഞ്ഞ പോലെ 64 ടോപ്പിക്സാണ് നമ്മൾ ആ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തരുന്നത്. അതിന് പിന്നെ ചെറിയതായിട്ട് 1-2 മിനിറ്റ് കൂടിയിട്ട് അടുത്ത ഇതിനകത്ത് രാവിലെ ഉള്ളതിനകത്ത് ചെയ്യിക്കും. പക്ഷേ അതല്ലാതെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കോഴ്സുകൾ വേറെ പഠിക്കാൻ കിടക്കുകയാണല്ലോ, സ്കില്ലുകൾ ഏതാണ്ട് 120 സ്കില്ലുകൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ദിവസം 1 മണിക്കൂറാണ്, എങ്കിൽ തന്നെ നമുക്ക് നേരിട്ട് 1-to-1 ചെയ്യണമെങ്കിലും അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു 5-6 മൈൻഡ് മാസ്റ്ററി ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ശിഷ്യന്മാരോട് ഒന്നിച്ച് ചേർന്നാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടാണ് നമുക്ക് സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ അച്ചീവ്മെൻറ്റ് സ്ട്രാറ്റജി എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഈ മൈൻഡ് പവറിൻ്റെ ഓപ്റ്റിമം എങ്ങനെ എടുക്കാനായിട്ട് പറ്റും, പോസിറ്റീവ് കണക്ഷൻസ് എങ്ങനെ സൂക്ഷിക്കണം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇത്രയും വലിയ ഡീറ്റെയിൽഡായിട്ട് ബൃഹത്തായ ഒരു സിലബസ് നമുക്ക് ഇവിടെ റെഫർ ചെയ്യാൻ തരുന്നുണ്ട്.
അപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന അല്ലാതെ തന്നെ വേറെ അനവധി നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് തന്നിട്ടുള്ള അഡീഷണൽ സിലബസ് നിങ്ങൾക്ക് നോക്കാം. ബിലീഫ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഹാബിറ്റ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഭയങ്കര പാട്. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷനുള്ള ടെക്നിക്സൊക്കെ നമ്മൾ ഇതിനകത്താണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏജിങ് ആകും തോറും പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ആക്കി മാറ്റാനുള്ള മെത്തേഡുകൾ ഇതൊക്കെ ഇതിനകത്ത് വരും. പിന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, നെഗറ്റീവ് തോട്ടിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, ഹാബിറ്റ്സിനെ നമുക്ക് പോസിറ്റീവ് ഹാബിറ്റ്സ് മാത്രമാക്കി എങ്ങനെ നമുക്ക് ഇൻഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 4ാമത്തെ മാസം നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ മാസ്റ്ററി. അപ്പോൾ നമ്മൾ ആരോട് പറയുന്നെങ്കിലും ആ പറയുന്നത് നമുക്ക് പല വിധത്തിൽ പല ടോണിൽ പല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയാം. പിന്നെ അതുപോലെ ലിസണിങ്, മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് മൈൻഡ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുപോലെ തന്നെ പെർsuasion എങ്ങനെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത്. അതുപോലെ നമുക്ക് സംസാരിക്കാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മൈൻഡ് കൊണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സയൻസ് ഓഫ് ഇൻഫ്ലുവൻസ് വളരെ നന്നായിട്ട് വരണം. അപ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും, നമുക്ക് ഗോൾ അച്ചീവ്മെൻറ്റ് നടത്താനായിട്ട്, സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമുക്ക് തിയറികളെല്ലാം വളരെ ഈസി ആയിട്ട് ഞാനൊക്കെ പറയുന്ന രീതിയിൽ പെർsuasive കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മൈൻഡ് സ്കൾപ്ചർ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിലാണ് വരുന്നത്. വളരെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജി ഓഫ് എക്സലൻസ്, ബോഡി കെമിസ്ട്രി, നമ്മുടെ മുന്നേ ഇരിക്കുന്ന ഒരാളിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവരുടെ ബോഡി കെമിസ്ട്രി മാറ്റാനായിട്ട്. പിന്നെ മൈൻഡിൻ്റെ മാജിക്കൽ പവേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ 12 ടൈപ്സ് ഓഫ് ഇൻറ്റിമസീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള 36 മെത്തേഡുകൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എപ്പോഴും നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരാളെ നമുക്ക് ഒരു പുസ്തകം വായിക്കുന്ന പോലെ ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ തന്നെ കരിഷ്മ കൊണ്ടുവരാനും അല്ലെങ്കിൽ മാഗ്നറ്റിസം വർദ്ധിപ്പിക്കാനും എന്ത് ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെ മനസ്സുകൊണ്ട് വിൻ ഓവർ ചെയ്യാം, ബിൽഡിങ് ട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. ഇത് സ്കൂളിലൊന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നമുക്ക് സ്വായത്തമാക്കാനും അതിൽ ഫ്ലുവൻസി കൊണ്ടുവരാനും റിപ്പീറ്റ് ചെയ്യാനും ജീവിതത്തിൽ ഒരുപാട്. അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ വളരെ അസർട്ടീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്താൻ പറ്റുന്നത്, ഇപ്പോൾ ടീം ഡൈനാമിക്സ് എങ്ങനെ, ഒരു വലിയ ടീമിനെ നയിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം കൂടെ കൂടിക്കൊണ്ട് അവിടെ ഏതാണ്ട് ഇതൊരു 10-80ഓളം ടോപ്പിക്സാണ്, സബ് ടോപ്പിക്സാണ് നമ്മൾ ഈ ഒറ്റ മാസത്തെ പ്രോഗ്രാമിനകത്ത് വെച്ച് നമ്മൾ തീർക്കുന്നത്. നിങ്ങളത് റെഫർ ചെയ്താൽ മതിയാവും. വീണ്ടും ഇത് മുന്നോട്ട് തന്നെ പോവുക, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ നോക്കുക. നിങ്ങളിത് വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി വിലയിരുത്തി ബോധ്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞതിന് ശേഷം ഉള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാം. വലിയ മാറ്റങ്ങൾ ഒരു കുടുംബജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പോലും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി നമ്മൾ മനസ്സിൽ തോന്നുന്നതാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിലൊട്ടും കുറവല്ല, എപ്പോഴും കൂടി മാത്രം പോകാനായിട്ട് നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് 5ാമത്തെ മാസം പഠിക്കുന്നത് വെൽത്ത് മാസ്റ്ററിയാണ്. വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ തന്നെ പ്രോഗ്രാമുണ്ട്. US, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, സിംഗപ്പൂരിലൊക്കെ. ഞാൻ ആദ്യമായിട്ട് വെൽത്ത് മാസ്റ്ററി അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ സിംഗപ്പൂർ വെച്ചിട്ടാണ്. ഇപ്പോൾ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുത്ത സമ്പത്ത് ഏറ്റവും ലാഭകരമായിട്ട് ഒരിക്കലും അഴിവില്ലാതെ നമുക്ക് 99-100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കാലത്ത് പോലും നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് വളരെ. അപ്പോൾ അത് പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് എല്ലാം ഇതിനകത്ത്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നീടുള്ള അവകാശികൾ ആരിലേക്ക് പോകണം, ഇതെല്ലാം അതിനകത്ത് വരുന്ന രീതിയിലാണ്. ഡെറ്റ്, കടബാധ്യതയിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറാം. കടത്തെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 7 days ഇല്ലാതാക്കാനുള്ള മൈൻഡ് ടെക്നിക്സ് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളെല്ലാം ഇതിനകത്ത് എടുക്കുന്നുണ്ടാകും. ഫിലാന്ത്രോപ്പി നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ നമുക്ക് പിന്നെ വളരെ നെഗോസിയേഷൻ സ്കിൽസ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ വെൽത്തുമായിട്ട് നമ്മൾ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് വളരെ വിപുലമായി. അപ്പോൾ ഇതിനകത്ത് 86 ടോപ്പിക്സാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് ഒരിക്കലും അഴിവില്ലാത്ത രീതിയിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് അനുഭവിക്കാനും മുന്നോട്ട് പോകാനും നമ്മളെ കൊണ്ട് കഴിയണം. ഓക്കെ, ഇതാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ ഈ വെൽത്ത് മാസ്റ്ററുടെ ഏറ്റവും വലിയ പ്രയോജനം. ഇനി നമുക്ക് ഈ വെൽത്ത് മാസ്റ്ററി പോലെ തന്നെ, അപ്പോൾ ഇത് ഒരു ഫുൾ ഡേ ആണ്, 10 hours നമ്മുടെ ഒരു ക്ലാസ് ആയിരിക്കും. അത് പിന്നീട് നമ്മൾ അടുത്ത 1 മാസം മുഴുവൻ അത് പ്രാക്ടീസ് ചെയ്യും.
അത് കഴിഞ്ഞ് അടുത്തത് വെൽത്ത് പോലെ വെൽത്തിനെ കഴിഞ്ഞ് ശരിക്കും വലുത് ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ ഹെൽത്തിനകത്ത് നമ്മൾ ബോഡി മൈൻഡ് കണക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ ന്യൂട്രീഷൻ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് അഫർമേഷൻസ് എന്തോ ഉപയോഗിക്കേണ്ട, വിഷ്വലൈസേഷൻ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹെൽത്ത് നമ്മൾ ഉയരാനായിട്ട് പറ്റുന്ന ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അപ്പം തന്നെ അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനർജി ഹീലിംഗ് മൊഡാലിറ്റീസൊക്കെ നമ്മൾ അത്യാവശ്യം പഠിക്കേണ്ടത്, ബയോ ഫീഡ്ബാക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ സൗണ്ട് തെറാപ്പി പോലുള്ള അനവധി തെറാപ്പികൾ, പിന്നെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ചില മെത്തേഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത്, പിന്നെ ന്യൂട്രീഷൻ, സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സംഭവം, മൈൻഡ്ഫുൾ ഈറ്റിങ്, പിന്നെ ബ്രെയിനിന് വേണ്ടുന്ന ന്യൂട്രീഷൻ, കോഗ്നേറ്റീവ് പവർ കൂട്ടാനുള്ള ന്യൂട്രീഷൻ, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കണ്ടീഷൻസും, സെക്ഷൽ എനർജി കൂട്ടാനായിട്ടുള്ള ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഏതാണ്ട് 68 ഡിഫറെൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഇതിനകത്തോട്ട് ഹെൽത്ത് മാസ്റ്ററിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ വീണ്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ അതാണെന്ന് നോക്കുമ്പോൾ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട്, അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ മുതൽ കിട്ടിയതിൻ്റെ അപാകതകൾ കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് തകർന്നിട്ടുണ്ടാവാം, മറ്റൊരു ബന്ധം തുടങ്ങിയിട്ടുള്ളവരാകാം, ഇനി അതിനകത്ത് പഴയ ഹിസ്റ്ററി വീണ്ടും വരരുത്, അല്ലെങ്കിൽ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഇണയുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഇൻറ്റിമസിയിൽ എങ്ങനെ ജീവിക്കാം, ലിസണിങ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള നല്ല റിലേഷൻഷിപ്പിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടിയിട്ട്, ഫൊർഗീവ്നെസ്സിന് വേണ്ടിയിട്ട്, മൈൻഡ്ഫുൾ ഇൻറ്റിമസി നമുക്ക് എങ്ങനെ പറ്റും, പിന്നെ ഇങ്ങനെ നമ്മുടെ വൾണറബിലിറ്റി എങ്ങനെ പവറാക്കി മാറ്റാം, ബോൺസ് ഹൗ ടു സ്ട്രെങ്തൻ ദ ബോൺസ്, പിന്നെ ലാംഗ്വേജ് ഓഫ് ലവ് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇൻ്റർ ഡിപ്പെൻഡൻസീസ് എങ്ങനെയാണ്, റെസീലിയൻസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മൊത്തമായിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റിയത്, പിന്നെ മെൻ ആൻഡ് വിമൺ അവർ തമ്മിലുള്ള സ്വഭാവത്തിലുള്ള ചില സവിശേഷതകളും മാറ്റങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നേരത്തെ അറിയാനായിട്ട് പറ്റണം. പിന്നെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യാൻ പറ്റിയ 100 മെത്തേഡ്, മെൻ്റൽ കൈസണൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ സെൽഫ് മാസ്റ്ററി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ട്രസ്റ്റ് ആൻഡ് ഇൻറ്റിമസി ബിൽഡിങ്, അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, റീഫ്രെയിം ചെയ്യാം, ഇങ്ങനെയുള്ള ഒത്തിരി ടോപ്പിക്സ് വരുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആ 3 പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പുസ്തകം വായിക്കുന്ന ആൾക്കാർക്കൊരു പ്രോഗ്രാമായിട്ട് ഇതുകൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ, അതുപോലെ തന്നെ ഇതിനകത്തൊരു ഇത് നമ്മൾ ഈ സെക്സ് തെറാപ്പിയെക്കുറിച്ച്, അപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെയുള്ള നമ്മൾ എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാർക്കും ഒരുപാട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇതിൻ്റെ ക്ലാസ്സിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞങ്ങളിതൊന്നും ഇങ്ങനെ ഈ രീതി ഞങ്ങൾ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടുപേരും ഒന്നിച്ചെങ്ങനെയാണ് നമുക്ക് ചേഞ്ചസ് എടുക്കാനായിട്ട് പറ്റുന്നത്, ഓതൻറ്റിക് കണക്ഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ മാരേജിനകത്ത് ഒരിക്കലും ഒരു റിസ്ക് വരത്തില്ല. റിസ്ക് വന്നിട്ടുള്ള മാരേജ് ആണെങ്കിൽ ഇനി മറ്റൊരു ബന്ധം ഉണ്ടായാലും അതിനകത്ത് നമുക്കുണ്ടായ ആ ഒരു ഡേഞ്ചർ നമ്മൾ ആവർത്തിക്കത്തില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു മെൻ്റൽ ഫ്രെയിമിലേക്ക് നമുക്ക് വന്നു ചേരാൻ പറ്റും. ഇതിനകത്ത് 78 ടോപ്പിക്സ് ഉണ്ട്, സബ് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ട്. അപ്പം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്ത് ടോപ്പിക്ക് നോക്കുക, സ്പിരിച്വാലിറ്റി ആൻഡ് ഇമോഷണൽ മാസ്റ്ററി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ട്രൂ സെൽഫിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ കമ്പാഷൻ ബിൽഡ് ചെയ്യുക, പർപ്പസോട് കൂടിയുള്ള ലൈഫ് പർപ്പസ് കണ്ടെത്തിയിട്ട് സെൽഫ് അവെയർനെസ് കൂട്ടുക, ഹോസ്കീനിയൻ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള എനർജി ലെവൽ കൂട്ടാനുള്ള കാര്യങ്ങൾ, ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർക്കാണ് ഞാൻ എപ്പോഴൊക്കെ പ്രകോപിതനാകും, ഞാനൊക്കെ എപ്പോഴൊക്കെ പോസിറ്റീവ് ആകും എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ സ്വയം മാനേജ് ചെയ്യാൻ പറ്റുക. മറ്റുള്ളവരെപ്പോൾ പോസിറ്റീവ് ആകും, മറ്റുള്ളവരെപ്പോൾ നെഗറ്റീവ് ആകും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് അവരോട് പെരുമാറാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് ഇതിനകത്താണ്. അതുപോലെ തന്നെ നമുക്ക് സോളിനെ കുറിച്ചുള്ള പഠനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകളുടെ പഠനങ്ങളൊക്കെ ഇതിനകത്ത് നല്ലൊരു എലമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ സോളിൻ്റെ ഇതിനകത്താണ് നമ്മൾ ഈ ഹാപ്പിനെസ്
ജോയ് ഈ ഒരു രീതിയിലേക്ക് നമ്മളെപ്പോഴും ആ നിമിഷങ്ങളിൽ ജീവിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ആക്കിയെടുക്കുന്ന അപ്പോൾ നമ്മുടെ സെൽഫ് ഇമേജും സെൽഫ് ലവും ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് വളരെ പറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഇതൊരു ഹോളിസ്റ്റിക്കായിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇതൊരു 4-5 എപ്പിസോഡിൽ തീരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. നിങ്ങൾക്കിത് റെഫർ ചെയ്യുക, അതിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനുമായിട്ടൊരു സെഷനിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഡിമാൻഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് വരും എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പം പക്ഷേ വളരെ നേരത്തെ തന്നെ ഇത് ചേരുന്ന ആൾക്കാർക്ക് കുറച്ച് ഇക്കണോമിക് അഡ്വാൻറ്റേജ് വളരെ കൂടുതലുണ്ടാവും. കാരണം നമുക്കത് ഫൈനലൈസ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ വളരെ നേരത്തെ തന്നെ തുടങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് ലിവറേജ് ടൈമിൻ്റെ ഉണ്ടാകും. അടുത്ത ലീഡർഷിപ്പ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് മാസ്റ്ററി. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപാട് വികസിക്കണം. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് നേതൃത്വം ഒത്തിരി കൂടണം. അപ്പോൾ ഒരു വലിയ കമ്പനി നടത്തണത് എന്താണ്? അവിടെയും വേണ്ടത് ലീഡർഷിപ്പാണ്. MLA ആകണമല്ലോ, MP ആകണമല്ലോ, മന്ത്രി ആകണമല്ലോ, നമുക്ക് വേണ്ടത് അവിടെയും വേണ്ടത് ലീഡർഷിപ്പാണ്. ആ MLAയും മന്ത്രിയുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ MLA ഒക്കെ കഴിഞ്ഞ് ഒരു 5%, 10% ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂട്ടിയാൽ തീർച്ചയായിട്ടും മന്ത്രിയാവും. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് രീതിയിലേക്ക്, പിന്നെ നമുക്കെങ്ങനെയാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കാനായിട്ട് പറ്റുക, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ലീഡേഴ്സ് അവർ നയിച്ചുകൊണ്ടിരുന്ന രീതികൾ എങ്ങനെയാണ്, അവരുടെ എന്തൊക്കെ ടെക്നിക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പബ്ലിക് സ്പീക്കിങ്ങിനകത്തൊക്കെ നമ്മൾ മറ്റൊരു സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാന ഭാഗം എന്തായിരിക്കണം, അതിൻ്റെ പ്രധാന കോണ്ടൻറ്റ്, തുടക്കം എങ്ങനെ ആയിരിക്കണം, ഒടുക്കം എങ്ങനെ ആയിരിക്കണം, ഇടയ്ക്ക് എങ്ങനെ ആയിരിക്കണം, ആക്ഷൻ പ്രോഗ്രാമായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ട് വേണം അവസാനിപ്പിക്കാവൂ. അപ്പോൾ നമ്മുടെ ഈ പബ്ലിക് സ്പീക്കിങ്ങിനുള്ള സ്ട്രെസ്സും എല്ലാം നമുക്ക് തീരുന്ന രീതിയിലായിരിക്കും നമ്മളിതിനെ പഠിച്ച ആ രീതിയിൽ. അത് അക്കാഡമിക് ലെവലിലുമൊക്കെ നമ്മൾ ഇപ്പോൾ ലേണിംഗ് മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റർ ലേണിംഗ് മെത്തേഡോടെ ഉപയോഗിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവനും ഫുൾ ഡേ പഠിക്കേണ്ട സാധനങ്ങളാണ് നമ്മൾ നിസ്സാര സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് രാവിലെ പഠിക്കുന്നത്. പിന്നെ മാസത്തിൽ ഒരു ദിവസം നേരിട്ടുള്ള ഞാനുമായിട്ട് ഡയറക്റ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെ, ഇല്ല നമ്മൾ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു സംഭവം കൂടെ നമുക്കിതിനകത്ത് നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ ലീഡർഷിപ്പ് പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മേഖലകൾ, അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 96 സബ്ജക്റ്റാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് സക്സസ് മാസ്റ്ററി. ബിസിനസ് തുടങ്ങുവാണെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയയിൽ കൂടെ പോയി നമ്മൾ 0 to 1 2 3 എങ്ങനെ നമുക്ക് ബിസിനസ്സിലേക്ക് പോകാനായിട്ട് പറ്റും, എങ്ങനെ ബിസിനസ് ഓൾറെഡി ഉള്ള ബിസിനസ് ആ ബിസിനസ്സിലൊരു പുതിയ ഡിവിഷൻ തുടങ്ങി എൻ്റെ ഒരു ന്യൂ ബിസിനസ് തുടങ്ങുകയോ ചെയ്യണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ നടത്തണം. അപ്പോൾ അതിന് 10 സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ 10 സ്റ്റേജുകളിൽ കൂടെ നമുക്ക് ബിസിനസ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളെ ലിമിറ്റഡ് ആയിരിക്കരുത്. ബിസിനസ് പടർന്ന് ഒരു മരത്തിൻ്റെ വിത്ത് വളർന്ന് കയറുന്നത് പോലെ എല്ലാ സ്ഥലത്തേക്കും അതെങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടി എങ്ങനെ ഒരു ബിസിനസ് വളർത്താനായിട്ട് പറ്റും. സെയിൽസ് വോളിയം, നമ്മൾ എന്തുണ്ടാക്കിയാലും വിറ്റുപോയാലല്ലേ നമുക്ക് പറ്റുള്ളൂ. സെയിൽസ് വോളിയം കൂട്ടാനായിട്ട് അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പ്രസൻറ്റേഷൻ ടെക്നിക്സ് എന്താണ്, നെറ്റ്വർക്ക് ടെക്നിക്സ് എന്തൊക്കെയാണ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ടെക്നിക്സ് എന്തുവാണ്, അപ്പം ഇന്നോവേഷൻസ് എങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും, ഈ ഒരു എഫക്റ്റീവ് കൊളാബറേഷൻ എങ്ങനെ നമുക്ക്, ആന്ത്രപ്രണേറിയൽ സ്കിൽസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്, ലെവറേജ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, റിസ്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് റിസ്ക് ഇല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യാം, പാർട്ട്ണർഷിപ്പും അലയൻസസും എങ്ങനെ ഉണ്ടാക്കാം, ബിസിനസ് സ്ട്രാറ്റജീസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഉള്ളതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ക്രൈസിസ് മാനേജ്മെൻറ്റ്, കോമ്പറ്റേറ്റീവ് അനാലിസിസ്, ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഈ ഒരു ഇതിനകത്താണ്. ബിസിനസ് നമുക്ക് ബില്യണയർ മൈൻഡ് സെറ്റ് അല്ല ഇത്, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഗ്ലോബൽ ബിസിനസ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ് നമുക്ക് എങ്ങനെ നടത്താനായിട്ട് പറ്റും, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ഉൾപ്പെടെ എങ്ങനെ നമുക്ക് അത്യാവശ്യ ഫണ്ടുകൾ ശേഖരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം ഇത് കൂടാതെ നമുക്കിപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗമായി അതുകൊണ്ട് നമുക്ക് അടുത്ത 11ാമത്തെ മാസം നമ്മൾ പഠിക്കുന്ന ടൈം ആൻഡ് അച്ചീവ്മെൻറ്റ് മാസ്റ്ററി. അപ്പോൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത റിസോഴ്സസ് ആണല്ലോ ടൈം. അപ്പോൾ ആ ടൈമിനെ എങ്ങനെയാണ് നമുക്ക് ഓപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് 1 മാസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഭയങ്കര സ്പീഡി ലേണിംഗ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിച്ചിട്ട്, ആ സ്പീഡി ലേണിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന്, ഞാൻ അതാ പറഞ്ഞ 360 ദിവസം എടുക്കേണ്ട ക്ലാസ്സുകൾ 360 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കുക. ഓക്കെ, അതുകൂടാതെ എല്ലാ മാസവും ഒരു
ക്ലാസ് വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ബിസിനസ്സിനകത്ത് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം, ഐസൻഹവർ മാട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പാരറ്റോ പ്രിൻസിപ്പിൾ എങ്ങനെ ഉപയോഗിക്കാനും പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിനർജി എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, മിനിമലിസം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ഫോർമുലാസ്, ഗ്ലോബൽ ഫോർമുലാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഈ അച്ചീവ്മെൻറ്റ്, വലിയ അച്ചീവ്മെൻറ്റിൽ നിന്നും ലൈഫ് ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഘോഷയാത്ര ആയിരിക്കണം. അതിന് പറ്റിയ രീതിയിലെല്ലാം ഇത് പൊയ്ക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് നടത്താൻ പറ്റുന്നത് പോലെ തന്നെ, നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മൾ ഈ സമയത്തെ ഓപ്റ്റിമമായിട്ട്, എന്നാൽ നമുക്ക് എല്ലാത്തിനും ടൈം വേണം. ഫാമിലിക്ക് ടൈം വേണം, കുട്ടികൾക്ക് ടൈം വേണം, സൊസൈറ്റിക്ക് ടൈം വേണം, പാരൻസിന് കൊടുക്കാൻ ടൈം വേണം. അടുത്ത 12ാമത്തെ മാസം പഠിക്കുന്നത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ലോകം മുഴുവൻ ഡിജിറ്റലാണ്. നിങ്ങളും 100% ഡിജിറ്റലാണ്. അതോ നിങ്ങൾ ഓഫീസിൽ ഇപ്പോഴും പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, എല്ലാം എഴുതിയെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെക്നോളജി മാസ്റ്ററി എങ്ങനെ സാധ്യമാണ്? ഡിജിറ്റൽ ഏജിലാണ്. ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും? ഇൻ്റർനെറ്റിനെ നിങ്ങളുടെ സമ്പത്തുണ്ടാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും പറ്റി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? മൊബൈൽ ഡിവൈസസ് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ, പ്രത്യേകിച്ച് മൊബൈലിലും ലാപ്ടോപ്പിലും എന്തൊക്കെ ആപ്പുകൾ ഉപയോഗിക്കണം? പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ നമുക്ക് ഓപ്റ്റിമായിട്ട്, നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മുടെ ഒരു മൂന്നാമത്തെ ഒരു കൈ പോലെ അതിനെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റണം? എമർജിങ് ടെക്നോളജീസ് എന്തൊക്കെയാണ്? അതിൽ നമുക്ക് എന്തെല്ലാം നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും? IoT, ഇൻ്റർനെറ്റ് ഓഫ് ദ തിങ്സ് എന്തൊക്കെയാണ് വരുന്നത്? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മൾ ബിസിനസ്സിന് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? 3D പ്രിൻറ്റിങ്, AI ആൻഡ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചുള്ള സാധനം, ICT സാധ്യതകൾ, ഇങ്ങനെ വേണ്ട നമുക്ക് ഇനി വരാൻ പോകുന്ന ആൻഡ് ബ്രെയിൻ ചിപ്പ് ഇൻ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് വളരെ ഡെപ്തിൽ പോകുന്ന, എന്നാൽ നമുക്ക് ഈ പറഞ്ഞ സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കാനും നമുക്ക് സ്റ്റേബിളായിട്ട് മുന്നോട്ട് നിലനിന്ന് പോകാനും പറ്റുന്ന ഒരുപാട് ടെക്നോളജീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഏബിൾ എന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ പല ദിവസങ്ങളായിട്ട് സ്ലോലി ഇതെല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 120 സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, വേറെ അനവധി സ്കിൽസ് ഉണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ കിട്ടും. ഇതെല്ലാം പഠിക്കുന്ന കൂടാതെ ഈ ഓരോ മാസത്തെ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ അതിനകത്തൊരു ഇവാലുവേഷൻ, നമുക്കൊരു ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് കൂടെ, ഇവാലുവേഷൻ കൂടെ എടുക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും കാണിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഓൺലൈനും അതിന് പ്രസൻസ് ഉണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതോടുകൂടി നിങ്ങളിതെല്ലാം പഠിച്ചതാണല്ലോ എന്നുള്ളതൊരു ഗ്രേറ്റസ്റ്റ് അപ്രീസിയേഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു MBA പോലെയല്ല, ഒരു 10 MBA കഴിഞ്ഞും കൂടുതൽ ബിസിനസ് വേൾഡ് അല്ലെങ്കിൽ ലോകത്തെവിടെയും വില തരുന്ന ഒരു സബ്ജക്റ്റായിട്ടായിരിക്കും നമ്മളിതിനെ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർന്നു. ഭയങ്കര ഹൈലി പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാത്തിനും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചേരണമെന്ന് വിചാരിക്കുന്ന കോഴ്സുകൾക്ക് പൈസ ഉണ്ടാകും. ലോ ഓഫ് അട്രാക്ഷൻ തീവ്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന വീട് വാങ്ങിക്കും, പ്രോപ്പർട്ടി വെക്കും, ഇതെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന് നമുക്ക് ചുരുങ്ങിയ ദിവസത്തേക്ക് ചില ഓഫേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. കാരണം പെട്ടെന്ന് പണി തീർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഇതൊരു നമുക്ക് 10 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ചാർജ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം, പക്ഷേ വളരെ മിനിമലായിട്ടാണ്. കാരണം നേരത്തെ പഠിച്ചിട്ടുള്ളവരും കംപ്ലീറ്റ്ലി ഇതിൽ പഠിച്ച് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇതിൽ പെട്ടെന്ന് ചേരുക. നമുക്കപ്പോൾ നാളെ മെഡിറ്റേഷനുണ്ട്. അപ്പോൾ ഡോക്ടർ PP വിജയൻ എന്ന് പറയുന്ന ടെലഗ്രാം അത് ഓപ്പണാണ്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഇട്ടേക്കും നിങ്ങൾക്ക് കയറാം. കയറി അപ്പോൾ അതിനകത്ത് കുറേ ദിവസം നമുക്കത് ആസ്വദിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ചേരുക. ജീവിതം ഭയങ്കരമായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.